നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചു. ഏകദിന ടീമിൽ സഞ്ജു സാംസൺ ഇല്ല. അതാണ് ആദ്യത്തെ വാർത്ത. സഞ്ജു സാംസൺ ഏകദിന ടീമിലേക്ക് വരും എന്നൊരു പ്രതീക്ഷ നമുക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സഞ്ജു സാംസൺ ടീമിലില്ല. പകരം ഇഷാൻ കിഷനാണ്. ഇഷാൻ കിഷനും ഹാർദിക് പാണ്ഡ്യയും ഏകദിന ടീമിലേക്ക് തിരിച്ചു വരികയാണ്. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഒരു ടെസ്റ്റാണുള്ളത്. ആ ടെസ്റ്റിൽ ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം അനുവദിച്ചിട്ടുണ്ട്. ആ ടെസ്റ്റിൽ മാനവ് സുധാർ ബ്രാർ, ഗുർനൂർ ബ്രാർ, ഹർഷ് ദുബെ എന്നീ പുതിയ കളിക്കാരെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദിന ടീമിൽ പ്രിൻസ് യാദവ്, ഹർഷ് ദുബെ, ബ്രാർ, ഗുർനൂർ ബ്രാർ എന്നിവരാണ് പുതിയ മുഖങ്ങൾ. എന്തായാലും ഏകദിന ടീമിൽ സഞ്ജു സാംസൺ വരും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ഇല്ലാതായിരിക്കുന്നു. ഇഷാൻ കിഷനാണ് ഏകദിന ടീമിൽ സഞ്ജു സാംസനെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഹാർദിക് പാണ്ഡ്യയെയും തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ടെസ്റ്റ് ടീമിൽ ഋഷഭ് പന്തിന് പകരം വൈസ് ക്യാപ്റ്റനായി KL രാഹുലിനെ നിയമിച്ചിട്ടുണ്ട്. അതും ഒരു വാർത്തയാണ്. ശുഭ്മാൻ ഗിൽ തന്നെയാണ് ടെസ്റ്റിൻ്റെയും ഏകദിനത്തിൻ്റെയും ക്യാപ്റ്റൻ. ടെസ്റ്റിൽ വൈസ് ക്യാപ്റ്റൻ KL രാഹുലാണ്. ഋഷഭ് പന്തിനെ വൈസ് ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതാണ് വിവരം. എന്തായാലും സഞ്ജു സാംസൺ ഇല്ല എന്നുള്ളതാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു വാർത്ത, വളരെ പ്രധാനപ്പെട്ട വാർത്ത. ടെസ്റ്റ് ടീമിൽ നിന്ന് നേരത്തെ ടെസ്റ്റ് ടീമിലുണ്ടായിരുന്ന രവീന്ദ്ര ജഡേജ, അക്ഷർ പട്ടേൽ എന്നിവരെയും ഒഴിവാക്കിയിട്ടുണ്ട്. ജഡേജയും അക്ഷർ പട്ടേലിനെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല.